ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. സഅദി പറഞ്ഞ കഥകളിലുണ്ട്, ദമാസ്കസിന്റെ തെരുവിലൂടെ ഒരാൾ നടന്നു പോവാണ്. അപ്പൊ അയാളുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയി. അപ്പൊ അയാൾക്ക് ഒന്നുകിൽ പുതിയ ചെരുപ്പ് വാങ്ങണോ അല്ലെങ്കിൽ ഉള്ളത് തുന്നണം. ഇതിന് രണ്ടിനും കാശില്ല. അയാൾ ബേജാറായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഉടനെ തന്നെ അയാൾ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു. എന്താണെന്നറിയോ? ഞാൻ നല്ലോണം നിസ്കരിക്കുന്ന ആളാണ്, ദുആ ചെയ്യുന്ന ആളാണ്, ഞാൻ ഒരുപാട് ചെയ്യുന്ന ആളാണ്, എന്നിട്ടും എനിക്കൊരു ചെരുപ്പ് വാങ്ങാൻ പോലും സാധിച്ചില്ലല്ലോ എന്നൊരു ദുഃഖം അദ്ദേഹത്തിന് വല്ലാതെ ഉണ്ടായി. അങ്ങനെ കാല് ചൂടായി, അങ്ങനെ റോഡിലൂടെ നടക്കുകയാണ്. അങ്ങനെ ദുഹറിന് പള്ളിയിലേക്ക് കയറുമ്പോ പള്ളിയുടെ മുറ്റത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്. ആ ഇരിക്കുന്ന ആൾ എന്തോ സഹായം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അയാൾ നോക്കുമ്പോ അയാൾക്ക് രണ്ട് കാലുകളില്ലാത്തൊരു മനുഷ്യനാണ്. എങ്ങനെയോ മുറിഞ്ഞു പോയതാണ്. അദ്ദേഹത്തിന് അപ്പോഴാണ് ബോധോദയം ഉണ്ടാകുന്നത്. അൽഹംദുലില്ലാ, എന്താണ്, എനിക്ക് ഇപ്പോൾ ചെരുപ്പ് വാങ്ങാനുള്ള കാശില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് ഞാൻ എന്തെങ്കിലും ഒരു ജോലി കിട്ടുന്നോടെ, ആരെങ്കിലും ഒരു സഹായം ചെയ്യുന്നോടെയോ ഒക്കെ അതങ്ങ് മാറും. പിന്നെ ചെരുപ്പ് വാങ്ങാം. പക്ഷെ 1000 ചെരുപ്പ് കിട്ടിയാലും അത് ധരിക്കാൻ ഈ ഇരിക്കുന്ന ആൾക്ക് കഴിയില്ലല്ലോ. അപ്പൊ അല്ലാഹു എനിക്ക് തന്ന വലിയ നിഅമത്ത് എന്താണ് എന്നപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുക. നമ്മളെപ്പോഴും നമ്മളെക്കാൾ ഉയരെയുള്ള, നമ്മളെക്കാൾ സൗകര്യങ്ങളുള്ളവരെ നോക്കി അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തിനെ തെറ്റിദ്ധരിക്കുകയോ കുറച്ചു കാണുകയോ പുച്ഛിക്കുകയോ ചെയ്യുകയാണ്. അല്ലാഹു പറയാണ്, ഫഹദ്ദിസ്, നിനക്ക് ലഭിച്ച നിഅമത്ത് എന്താണ് എന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുക. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു തആല എനിക്ക് നൽകിയതെല്ലാം നന്മയാണ്. എന്തെങ്കിലും നൽകാതിരിക്കുന്നുണ്ടെങ്കിൽ അതും നന്മയാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു തോന്നുന്നു അല്ലേ? നമ്മൾ പറയാറില്ലേ, പടച്ചോനെ നീ തടഞ്ഞത് തരാൻ ആരുമില്ല, നീ തന്നത് തടയാനും ആരുമില്ല. അപ്പൊ എനിക്ക് ലഭിച്ചത് അള്ളാഹു നൽകിയതാണ്, എനിക്ക് ലഭിക്കാത്തത് എനിക്ക് ലഭിക്കേണ്ടതില്ലാത്തതാണ്. ഇത് സംതൃപ്തിയുടെ ഒരു മനസ്സാണ്. അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള നിഅമത്തിന്റെ ഒരു യാത്രാ സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ എല്ലാവരും വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുക്കുക, ഹദിയ കൊടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയുണ്ട്. അങ്ങനെയൊക്കെ കൊടുത്ത്, അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളുടെ വാഹനങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ഒരു ചെറിയ പയ്യനുണ്ട് എന്ന് പറഞ്ഞു. ഒരു ചെറിയ പയ്യനുണ്ട്, എന്നാൽ നിങ്ങൾ അങ്ങ് പോയിട്ട് അവനങ്ങ് പറഞ്ഞേക്കുള്ളൂ. അങ്ങനെ ആ ഒരു നാടൻ പയ്യൻ, ഒരു ഗ്രാമീണനായ ഒരു ചെറുപ്പക്കാരൻ വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറിയ മോനെ സംസാരിച്ചിട്ട്, മോനെ നിനക്ക് എന്താണ് വേണ്ടത്? അവർക്കൊക്കെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്തു. നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോ ആ മോൻ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, റസൂലിക്ക് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. ദുആ ചെയ്യണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മോന് വേണ്ടി പ്രാർത്ഥിച്ചു. പടച്ചറബ്ബേ, ഇവനെ നീ ഒന്നായി മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അത് കേട്ടുന്ന ആളുകൾ ചോദിച്ചു, അതെന്താണ് അങ്ങനെ ഒരു പ്രാർത്ഥന? ഒന്നായി മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞു അത്രേ, സാധാരണ മോഹങ്ങൾ ഇങ്ങനെ ഒരു നിയന്ത്രണവുമില്ലാതെ ദുനിയാവിൽ ഇങ്ങനെ എല്ലാറ്റിനും മേൽ കണ്ണുവെച്ച് എല്ലാറ്റിലും മോഹങ്ങളായിട്ട് നടക്കുന്ന ദുനിയാവിനെ അങ്ങനെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരാൾ മരിക്കുക എങ്ങനെയാന്ന് വെച്ചാല് അയാളുടെ റൂഹ് എന്ത് ചെയ്യില്ല, ഒറ്റയടിക്ക് അങ്ങ് പോവില്ല. അതിങ്ങനെ കൊളുത്തി വലിച്ച് എല്ലായിടത്തും എന്റെ മോഹങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആണ് പോവാ. അതേ സമയത്ത് ഒന്നായി മരിക്കുക, സംതൃപ്തിയുള്ള ഒരു മനുഷ്യനാണ് ഒന്നായിട്ട് മരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ, വരാനുള്ള ഒരാളെ കാത്തിരിക്കുന്നത് പോലെ വന്നാൽ അയാളുടെ കൂടെ അങ്ങ് പോവാണ് ചെയ്യുക. അങ്ങനെയാണ്. അപ്പൊ അള്ളാഹു ചെയ്തു തന്ന നിഅമത്തിനെ നമ്മൾ എണ്ണി എണ്ണി കണക്കാക്കിയാൽ എണ്ണാൻ കഴിയൂല എന്ന് അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്ത് എന്താണ് എന്നതിനെ കുറിച്ച് അന്വേഷിക്കുകയും അതിന് സ്തുതി പറയുകയും, അതിനെ ഫഹദ്ദിസ് എന്ന് പറഞ്ഞാൽ അത് ആളുകളോട് പറയാ എന്ന് മാത്രമല്ല, ഇതിൽ ഓരോന്നിനോട് ചേർത്ത് വെച്ചാൽ ഇതിന്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നമുക്ക് കിട്ടും. നിന്നെ അനാഥനായി കണ്ടപ്പോൾ നിനക്ക് അഭയം നൽകിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അനാഥനായി കാണുന്നവന് അഭയം നൽകിയതിന്റെ നന്ദി എന്താണ്? ആ നിഅമത്ത് എങ്ങനെയാണ് പറയാന്ന് ചോദിച്ചാൽ, അനാഥകളെ എന്ത് ചെയ്യണം? സംരക്ഷിക്കുക, അവരോട് സ്നേഹം കാണിക്കുക, അവരോട് കാഠിന്യത്തോടു കൂടി സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരുത്തുക. സൂറത്തുൽ മാഊൻ നമ്മൾ ഓതിയല്ലോ, ഫദാലിക്കല്ലദീ യദുഉൽ യതീം, അനാഥയെ ആട്ടിയകറ്റുന്നവൻ ദീനിനെ തന്നെ നിഷേധിക്കുന്നവനാണ് എന്ന് പറഞ്ഞു. അപ്പോ നിനക്ക് അഭയം നൽകിയതിന്
നീ എവിടെയോ ഒറ്റപ്പെട്ടു പോകാതിരുന്നതിന്, നിനക്ക് അഭയം നൽകിയതിന് അള്ളാഹുവിനോട് നീ നന്ദി പറയേണ്ടത് അങ്ങനെയാണ്. ഞാൻ പറയാ, നിങ്ങളോട് എല്ലാവരോടൊക്കെ ചോദിച്ചാല് പേരെന്താന്ന് ചോദിച്ചാൽ പേര് പറയും. പാപ്പാന്റെ പേരെന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും? നിങ്ങള് പാപ്പാന്റെ പേര് പറയില്ലേ? പറയൂലേ? പറയും. അങ്ങനെ പറയാൻ പേരറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആരെ മോനാ ആരെ മോളാ എന്ന് ചോദിച്ചാൽ പറയാനൊരു പേരറിഞ്ഞുകൂടാത്ത ഒരാളുടെ നിസ്സഹായാവസ്ഥയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനത്തെ ആളുകളില്ലേ നമ്മുടെ നാട്ടില്? നമ്മുടെ ചുറ്റുപാടുകളിലില്ലേ അങ്ങനത്തെ ആൾക്കാര്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. നമുക്ക് വേറെ എന്ത് വേണോ? നമുക്ക് ദുനിയാവിൽ എന്താ വേറെ വേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ സൗകര്യക്കുറവിനെ ഒക്കെ അവിടെ മാറ്റിവെച്ചിട്ട് ഇത് മാത്രം ചിന്തിക്കും. പറയാനൊരു പേര്. അള്ളാഹു നമുക്ക് അഭയം നൽകി എന്ന് പറഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയൊരു സംഗതിയാണ്. അതില്ലാത്തവരെ കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. അതില്ലാത്തവരോട് നമുക്ക് പുച്ഛായിരിക്കും, അവന്റെ ഉമ്മാനോട് പുച്ഛായിരിക്കും. തെറ്റ് ചെയ്തിട്ടല്ലേ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ആ കുട്ടിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അവൻ വളർന്നു വലുതാകുമ്പോൾ സഹിക്കേണ്ടി വന്നിട്ടുള്ള ക്രൂരമായ പരിഹാസങ്ങൾ, ആക്ഷേപങ്ങളെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അനാഥത്വത്തിൽ നിന്ന് അള്ളാഹു നൽകിയിട്ടുള്ള അഭയം എന്ന് പറയുന്നത് എത്ര വലുതാണ്. അതിന് അള്ളാഹിനോട് സ്തുതിക്കാനും നമ്മൾ അതിന്റെ നിഅമത്ത് പ്രകടിപ്പിക്കാനും തീരുമാനിച്ചാൽ